സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂരിന്റെ സമാധാനം തകർക്കാൻ ശ്രമം. പി ജയരാജനെതിരെ യുവമോർച്ച. ഓട്ടക്കാലണയുടെ വില പോലും CPIM ജയരാജന് നൽകുന്നില്ലെന്നും പ്രഫുൽ കൃഷ്ണ. ആറ്റടപ്പയിലെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. സെന്റർ നടത്തിപ്പിനായി കോർപ്പറേഷൻ 40 ലക്ഷം രൂപ വകയിരുത്തി. ഗുണഭോക്താക്കൾക്കായി അപേക്ഷ ക്ഷണിച്ചു തുടങ്ങി. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. കാസർഗോഡ് സ്വദേശി പിടിയിൽ. കണ്ടെടുത്തത് 10 ലക്ഷത്തിലധികം വിലമതിക്കുന്ന സ്വർണം. വാർത്തകൾ വിശദമായി. കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണ് പി ജയരാജൻ നടത്തുന്നതെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ. CPM പാർട്ടിയിൽ ഓട്ടക്കാലണയുടെ വില പോലും ഇപ്പോൾ ജയരാജൻ ഇല്ലെന്നും പ്രഫുൽ കൃഷ്ണ വിമർശിച്ചു. ജയരാജന്റെ പ്രസ്താവന അതേ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. സംഘർഷം ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. ചോര കണ്ട് കൊതി തീരാത്തവർ, എന്നും സംഘർഷം മാത്രം ആഗ്രഹിക്കുന്നവർ, ചോരയുടെ മണം ആസ്വദിക്കുന്നവർ. ആ ചോരയുടെ മണം ആസ്വദിക്കുന്ന ജയരാജൻ അത്തരത്തിൽ ബോധപൂർവമായിട്ട് കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. ജയരാജൻ പറഞ്ഞത് യുവമോർച്ചക്കാരെല്ലാം മോർച്ചറിയിലായിരിക്കുമെന്ന. ജയരാജന് പറയേണ്ട മറുപടി ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് പറയേണ്ടതെന്ന്. പക്ഷേ ജയരാജൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നടക്കാൻ പോകുന്നില്ല. ജയരാജന് വേണ്ടത് ഇവിടെ കൊലപാതകങ്ങൾ ഉണ്ടാകണം. ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എല്ലാ ഭാഗത്തു നിന്നും കൊല്ലപ്പെടണം. ജയരാജൻ ഇന്ന് CPMനെ സംബന്ധിച്ചിടത്തോളം ഓട്ടക്കാലണയുടെ വില പോലും ഇല്ല എന്നുള്ളത് കണ്ണൂരിലെ CPM നേതൃത്വം തന്നെ സമ്മതിക്കുന്നതാണ്. ആരും വില വെക്കുന്നില്ല. കണ്ണൂരിലെ CPM നേതാക്കന്മാർ തന്നെ ഒരു തരത്തിലുള്ള പ്രാധാന്യവും കൊടുക്കുന്നില്ല. കുറേ ക്രിമിനലുകളുടെ കൂട്ടത്തിൽ ആ ക്രിമിനലുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമീപനം അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നു, പാർട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് CPM തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ജയരാജൻ ഒരു ഗോളം കൊട്ടടിക്കുകയാണ്. ജയരാജന് ശ്രദ്ധിക്കപ്പെടണം. കേരളത്തിലെ ക്രിമിനൽ ആളുകൾക്കിടയിൽ ജയരാജൻ്റെ സ്ഥാനം അതൊന്നുകൂടി ഊട്ടിയുറപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ജയരാജൻ നടത്തിയിട്ടുള്ളത്. ജയരാജൻ്റെ ആ പ്രസ്താവന അതേ അവജ്ഞയോടുകൂടി തന്നെ യുവമോർച്ച തള്ളിക്കളയുകയാണ്. ജയരാജൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കാൻ പോകുന്നില്ല. കണ്ണൂർ കോർപ്പറേഷൻ ആറ്റടപ്പയിൽ ഡയാലിസിസ് സെന്റർ തുറന്നു. മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഡയാലിസിസിനായി 6 ഉപകരണങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരു മെഡിക്കൽ ഓഫീസറും 2 ടെക്നീഷ്യന്മാരും ഉൾപ്പെടെ 7ഓളം ജീവനക്കാരെയും ഇവിടെ നിയമിച്ചിട്ടുണ്ട്. ഡയാലിസിസ് ചെയ്യുന്നതിനായി 6 ഉപകരണങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൽ 5 എണ്ണം ഒരേ സമയം പ്രവർത്തിപ്പിക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി ഒരെണ്ണം മാറ്റിവെച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു ഷിഫ്റ്റായി മാത്രമാണ് പ്രവർത്തിക്കുക. ഡയാലിസിസ് സെന്ററിന്റെ നടത്തിപ്പിനായി ഈ സാമ്പത്തിക വർഷം 40 ലക്ഷം രൂപ കോർപ്പറേഷൻ തനത് ഫണ്ടിൽ നിന്നും വകയിരുത്തിയിട്ടുണ്ട്. തലശ്ശേരി ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് അവിടെ അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്നു. തിരിച്ച് കോർപ്പറേഷൻ വിട്ടുകിട്ടിയപ്പോൾ അതിന് നമ്മുടെ മുമ്പിൽ സാധാരണഗതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക വകയിരുത്തുമ്പോൾ ഈ മേഖലയിലേക്ക് ഉപയോഗിക്കാൻ മാത്രമുള്ള ഫണ്ടിന്റെ ഒരു അപര്യാപ്തത ഉണ്ടായപ്പോഴാണ് കേരള ഗവൺമെന്റിന്റെ കൂടി നിർദ്ദേശമനുസരിച്ച് ഈ മേഖലയിൽ സാമ്പത്തികമായി സഹായം ചെയ്യുവാൻ താൽപര്യമുള്ള സന്നദ്ധ സംഘടനകൾ അതുപോലെ തന്നെ CSR പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. 13 ലക്ഷം രൂപ മരുന്നുകൾക്കായും ചെലവഴിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസറും 2 ടെക്നീഷ്യന്മാരും ഉൾപ്പെടെ 7ഓളം ജീവനക്കാരെ കോർപ്പറേഷൻ നിയമിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിന് അടുത്ത് തന്നെ അപേക്ഷ ക്ഷണിക്കുന്നതായിരിക്കും. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MP രാജേഷ്, P ഷമീമ ടീച്ചർ, കൌൺസിലർമാരായ V ബാലകൃഷ്ണൻ, K പ്രദീപൻ, PV കൃഷ്ണകുമാർ, ബിനോയ് തയ്യിൽ, പ്രകാശൻ പയ്യനാടൻ, KV സവിത, KN മിനി, BV PV, DMO ഡോക്ടർ ജീജ MP, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനിൽകുമാർ TK, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മറീന മാത്യു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. കൊട്ടിയൂർ പഞ്ചായത്തിലെ ഒറ്റപ്ലാവ് ഈസ്റ്റ് അംഗനവാടിയിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. അടുക്കള ഭാഗത്ത് പാൽ സൂക്ഷിച്ച പാത്രത്തിനടുത്തായിരുന്നു പാമ്പുണ്ടായിരുന്നത്.
മഴ കാരണം കുട്ടികളെ നേരത്തെ വീട്ടിലേക്ക് വിട്ടിരുന്നതിനാൽ ആയ മാത്രമായിരുന്നു പാമ്പ് ശ്രദ്ധയിൽപ്പെടുമ്പോൾ അംഗനവാടിയിൽ ഉണ്ടായിരുന്നത്. കൊട്ടിയൂർ പഞ്ചായത്തിലെ ഒറ്റപ്ലാവ് ഈസ്റ്റ് അംഗൻവാടിയുടെ അടുക്കളയിൽ നിന്നുമാണ് രാജവെമ്പാലയെ പിടികൂടിയത്. വ്യാഴാഴ്ച ഉച്ചയോടെ അംഗൻവാടി ഹെൽപ്പറാണ് രാജവെമ്പാലയെ ആദ്യം കാണുന്നത്. അടുക്കളയിലെ പാൽപാത്രത്തിന് സമീപത്തായിരുന്നു പാമ്പുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് റെസ്ക്യൂ ടീം അംഗങ്ങളായ ഫൈസൽ വിളക്കോട്, ബിനോയ് കൂമ്പുങ്കൽ, തോമസ് കൊട്ടിയൂർ, റോയ് എന്നിവരെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ഇതിനെ പിന്നീട് ഉൾവനത്തിലേക്ക് വിട്ടയച്ചു. മഴ കാരണം അംഗനവാടിയിലെ കുട്ടികളെ കുറച്ചു നേരത്തെ വിട്ടിരുന്നതായി ഹെൽപ്പർ പറഞ്ഞു. കുട്ടികളെ കളിപ്പിക്കുന്നതിനും ഉറക്കുന്നതിനുമായുള്ള മുറിയുടെ തൊട്ടടുത്തുള്ള അടുക്കളയിൽ പാമ്പ് കയറിയെന്നത് വളരെ ഗൗരവത്തോടെയാണ് രക്ഷിതാക്കൾ കാണുന്നത്. ഇനി ഒരിടവേള. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിന്റെ സമാധാനം തകർക്കാൻ ശ്രമം. പി ജയരാജനെതിരെ യുവമോർച്ച. ഓട്ടക്കാലണയുടെ വില പോലും CPIM ജയരാജന് നൽകുന്നില്ലെന്നും പ്രഫുൽ കൃഷ്ണ. ആറ്റടപ്പയിലെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. സെന്റർ നടത്തിപ്പിനായി കോർപ്പറേഷൻ 40 ലക്ഷം രൂപ വകയിരുത്തി. ഗുണഭോക്താക്കൾക്കായി അപേക്ഷ ക്ഷണിച്ചു തുടങ്ങി. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. കാസർഗോഡ് സ്വദേശി പിടിയിൽ. കണ്ടെടുത്തത് 10 ലക്ഷത്തിലധികം വിലമതിക്കുന്ന സ്വർണം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wynard Village Resort. Touch your inner soul. Be at ease with yourself. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ.
കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ. കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. യങ് ഇന്നോവേറ്റേഴ്സ് മീറ്റ് ഗ്രാൻഡ് ഫിനാലെ ശനിയാഴ്ച പിണറായി കൺവെൻഷൻ സെന്ററിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളിൽ നൂതന ആശയ രൂപീകരണത്തിന്റെ പുതിയ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനാണ് സർക്കാർ YIP പദ്ധതി ആരംഭിച്ചത്. വിദ്യാർത്ഥികൾക്കിടയിൽ നൂതന ആശയ രൂപീകരണത്തിന്റെ പുതിയ സംസ്കാരം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് യങ് ഇന്നോവേഴ്സ് പ്രോഗ്രാം. KDISCന്റെ നേതൃത്വത്തിലാണ് YIP സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ നൂതന ആശയങ്ങൾ വികസിപ്പിക്കുന്നതിനും അവ പ്രാവർത്തികമാക്കുന്നതിനും ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും ഈ പരിപാടി ലക്ഷ്യമിടുന്നു. ഒരു പുതിയ സംസ്കാരം തന്നെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി തുടക്കം കുറിച്ചത്. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പേര്. ഈ പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി ഈ ജൂലൈ മാസം 29-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന പരിപാടി നടക്കുകയാണ്. അപ്പം അതിൽ നേരത്തെ തന്നെ ഈ പദ്ധതിയുടെ തുടക്കം സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമായി മാറിയത് 1320 വിദ്യാർത്ഥികളാണ്. പക്ഷേ ഇന്ന് 1 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഈ പദ്ധതിയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. 2021 ഡിസംബർ 2-ന് ആരംഭിച്ച 4ാം പതിപ്പിന്റെ അവസാനഘട്ട വിജയികളെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള മത്സരത്തിൽ 229 ടീമുകളിൽ നിന്നായി 730 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. വിജയികൾക്ക് 50,000 രൂപ ക്യാഷ് അവാർഡ് നൽകും. ഈ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം 2018-ലാണ് തുടക്കം കുറിച്ചത്. അതിനുശേഷം ഇന്ന് 1 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ കേരളം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഈ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ വരുന്ന ആശയങ്ങൾ ഇനി സ്റ്റാർട്ടപ്പായിട്ട് മാറാനും കുറേ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് കുട്ടികളുടെ ഇടയിൽ നല്ല ഒരു ആശയങ്ങൾ അവരുടെ ആശയങ്ങൾ വളർത്തിയെടുക്കാനും അത് യാഥാർത്ഥ്യമാക്കാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. വിജയികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള മൂല്യനിർണ്ണയം 29-ന് രാവിലെ 9:30 മുതൽ പിണറായി AKG ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 1 ലക്ഷത്തിലധികം പേർ രജിസ്റ്റർ ചെയ്ത പദ്ധതിയിൽ ആകെ 9,404 നൂതന ആശയങ്ങളായിരുന്നു സമർപ്പിച്ചത്. പ്രാഥമിക വിലയിരുത്തലുകൾക്ക് ശേഷം 1,318 ടീമുകൾ ചുരുക്കപ്പട്ടികയിലെത്തി. അതിൽ നിന്നും 453 ടീമുകൾ ജില്ലാതല മൂല്യനിർണ്ണയത്തിന് അർഹരായി. ഇവരിൽ നിന്നാണ് 229 ടീമുകളെ തെരഞ്ഞെടുത്തത്. ജില്ലയിൽ നിന്നും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്, തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി വുഡ് സയൻസ് ഡിപ്പാർട്ട്മെന്റ്, ബ്രണ്ണൻ സ്കൂൾ തലശ്ശേരി, GVHSS കതിരൂർ, കടമ്പൂർ GHSS എന്നിങ്ങനെ 4 ടീമുകളാണ് ഉള്ളത്. ആകെ 9 ടീമുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വീണ്ടും സ്വർണം പിടികൂടി. ഷാർജയിൽ നിന്നെത്തിയ യാത്രക്കാരിൽ നിന്നും 221.33 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് സ്വദേശി അഹമ്മദ് കബീർ റിഫായിയെ എയർപോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. എയർപോർട്ടിലെ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഇയാളെ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് വീണ്ടും പരിശോധിക്കുകയായിരുന്നു. പരിശോധനയിൽ ഇയാൾ കയ്യിൽ കരുതിയ ലഗേജിനുള്ളിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ നിലയിൽ സൂക്ഷിച്ചായിരുന്നു സ്വർണം കടത്താൻ ശ്രമിച്ചത്. പിടിച്ചെടുത്ത സ്വർണത്തിന് 221.33 ഗ്രാം തൂക്കം വരും. ഇതിന് വിപണിയിൽ ഏകദേശം 10,14,217 രൂപ മൂല്യമുണ്ട്. തുടർന്ന് ഇയാളെ എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. കണ്ണൂർ സിറ്റി പോലീസ് മേധാവി ശ്രീ അജിത് കുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള എയർപോർട്ട് പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക സ്ക്വാഡാണ് സ്വർണം പിടികൂടിയത്. കേരള പോലീസ് അസോസിയേഷൻ KPA സംസ്ഥാന കൺവെൻഷൻ ജൂലൈ 29-ന് ശനിയാഴ്ച ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. KPA 2023 വർഷത്തെ ജില്ലാ കൺവെൻഷനുകൾ പൂർത്തീകരിച്ചാണ് സംസ്ഥാന പ്രതിനിധി കൺവെൻഷനിലേക്ക് കടക്കുന്നത്. കൺവെൻഷനിൽ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ മുഖ്യ അതിഥിയാവും. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹേബ് IPS മുഖ്യ പ്രഭാഷണം നടത്തും. ADGP MR അജിത് കുമാർ, നോർത്ത് സോണൽ IG നീരജ് കുമാർ ഗുപ്ത തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന കൺവെൻഷന്റെ 1-2 പ്രത്യേകതകൾ
ഒന്ന്, നമ്മളിതിൻ്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നത് പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നായിരുന്നു. അന്ന് വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. അതുപോലെ തന്നെ ഈ കൺവെൻഷൻ പൂർണ്ണമായും ഭൂമിക്ക് ഒരു ദോഷവും ചെയ്യാത്ത രീതിയിലുള്ളതായിരിക്കണം എന്നുള്ള തീരുമാനമാണ് പോലീസ് സംഘടനയും ഇതിൻ്റെ സംഘാടക സമിതിയും തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൺവെൻഷൻ്റെ ഭാഗമായി ഹരിത പ്രോട്ടോക്കോൾ പൂർണ്ണമായും പാലിക്കുക എന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ വച്ചു പുലർത്തി. അതിൻ്റെ എല്ലാം ഭാഗങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിൻ്റെ പ്രചാര പരിപാടികൾ കൃത്യമായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൺവെൻഷൻ്റെ ഭാഗമായി അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചു. അതിലൊന്ന്, പോലീസ് സംഘടന രൂപീകൃതമായി 44 വർഷമായി എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ലോക മാമ്പഴ ദിനത്തിൻ്റെ അന്ന് കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിൽ ഈ ജില്ലയിലെ ഉൾപ്പെടെയുള്ള പ്രമുഖരായ 44 വ്യക്തികളെ കൊണ്ട് വ്യത്യസ്തങ്ങളായ 44 നാട്ടുമാവിൻ്റെ തൈകൾ നട്ടുകൊണ്ടാണ് ഈ പരിപാടിയുടെ ഒരു അനുബന്ധ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ ഒരു ഹരിത പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു ശില്പശാല നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഭൂമിയിൽ ഈ പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ ഇത്തരത്തിലുള്ള ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കാമെന്ന് കുട്ടികളെ ഉൾപ്പെടെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ശില്പശാല നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ കൺവെൻഷൻ്റെ ഭാഗമായി എത്തിച്ചേരുന്ന പ്രതിനിധികൾക്ക് ഏതാണ്ട് 1000-ത്തിലധികം നാട്ടുമാവിൻ തൈകൾ നമ്മൾ ഈ നാളെ കൊടുക്കുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. ആ നാട്ടുമാവിൻ തൈകൾ നടുവാനുള്ള ഗ്രോ ബാഗ്, സാധാരണ ഗ്രോ ബാഗുകളിൽ നിന്ന് വ്യത്യസ്തമായി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉപയോഗശൂന്യമായ പഴയ യൂണിഫോമുകൾ ഗ്രോ ബാഗുകളാക്കി മാറ്റിക്കൊണ്ട് അത്തരം ഗ്രോ ബാഗുകളിൽ 1000-ലേറെ വരുന്ന നാട്ടുമാവുകൾ നട്ടുപിടിപ്പിച്ച് അത് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പരിപാടിയെ നമ്മൾ സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ കൺവെൻഷൻ നടക്കുന്നത് കണ്ണൂർ ജില്ലയിലായതുകൊണ്ടും കണ്ണൂർ ഖാദി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപാട് തൊഴിലാളികൾ ഉൾപ്പെടെ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നാളത്തെ കൺവെൻഷനിൽ വരുന്ന പ്രതിനിധികൾ എല്ലാവരും പൂർണ്ണമായും ഖാദി വസ്ത്രം ധരിക്കുന്നതോടുകൂടി ആ മേഖലയിൽ ചെറിയൊരു ഉണർവ് തൊഴിലാളികൾക്കുൾപ്പെടെ ഉണ്ടാകുമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി പൂർണ്ണമായും പ്രതിനിധികൾ നാളെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ ഖാദി വസ്ത്രം ധരിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ടുമാണ് ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ പൂർണ്ണമായും ഹരിത പ്രോട്ടോക്കോളും പുനരുപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് പോലും ഒരു പ്രയാസവും ഉണ്ടാകാത്ത രീതിയിൽ കൃത്യമായ ആ കൊടി തോരണങ്ങൾ എല്ലാം കെട്ടുവാനും മറ്റു കാര്യങ്ങളെല്ലാം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഈവൻറ്റ് മാനേജ്മെൻറ്റുകാരെ ഒരാളെ പോലും ഉപയോഗിക്കാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ അവരുടെ ജോലി കഴിഞ്ഞ് വരുന്ന വിശ്രമവേളകളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് കിട്ടുന്ന അതിനുശേഷം കിട്ടുന്ന വിശ്രമവേളകളിൽ രാത്രികാലങ്ങളിലും ഒരു ഫുൾ ഡേ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിറ്റേ ദിവസം തങ്ങളുടെ വിശ്രമ സമയത്തുമാണ് ഈ പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ്റെ പ്രചാരണത്തിന് വേണ്ടിയുള്ള പ്രചാരണ പരിപാടികളുടെ ഭാഗമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ പ്രതിനിധി കൺവെൻഷനും നടക്കും. വാർത്താ സമ്മേളനത്തിൽ KP പ്രവീൺ, EV പ്രദീപൻ, സിനീഷ് V, സദീപ് കുമാർ VV തുടങ്ങിയവർ പങ്കെടുത്തു. മട്ടന്നൂർ വായന്തോട് ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. ഗുഡ്സ് വാനിൽ ഉണ്ടായിരുന്ന അലവിൽ സ്വദേശി പ്രശാന്തിനും സഹയാത്രികനുമാണ് പരിക്കേറ്റത്. ഡോർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. LIC ഓഫീസിന് മുൻവശം നിയന്ത്രണം നഷ്ടപ്പെട്ട ഗുഡ്സ് ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. പരിക്കേറ്റ 2 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കുന്ന പ്രസ്താവനയാണ് സ്പീക്കർ AM ഷംസീർ നടത്തുന്നതെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ. CPM-ന്റെ നിലപാടാണോ ഷംസീർ പറഞ്ഞതെന്ന് നേതൃത്വം വ്യക്തമാക്കണമെന്നും പ്രഫുൽ കൃഷ്ണ പറഞ്ഞു. എന്റെ മതം പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ഷംസീർ വാശി പിടിക്കരുത്. CPM-ന്റെ നിലപാടാണോ ഷംസീർ പറഞ്ഞതെന്ന് നേതൃത്വം വ്യക്തമാക്കണം. ഷംസീറിന്റെ വായിൽ നിന്നും വരുന്നത് SDPIയുടെ സ്വരമാണ്. ഷംസീർ മാപ്പ് പറയുന്നില്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം നടത്തുമെന്നും യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ പറഞ്ഞു. യുവമോർച്ചയുടെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ മുദ്രാവാക്യം വിളി ഉണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നും പ്രഫുൽ കൃഷ്ണ പറഞ്ഞു. ഷംസീറിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളിലുള്ള PFI-കാരൻ SDPI-കാരൻ പുറത്തു ചാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. AM ഷംസീറിന്റെ താലിബാൻ സ്വരമാണ് പുറത്തു വന്നിരിക്കുന്നത്. AM ഷംസീറിനെതിരെ ഒരു നടപടിയുമില്ല, ഒരു കേസുമില്ല. AM ഷംസീറിനെതിരെ നടപടിയില്ലാത്തത് യൂത്ത് ലീഗുകാർക്ക് അങ്ങ് ആവേശമായി. യൂത്ത് ലീഗുകാരുടെ പ്രകടനത്തിൽ നമുക്ക് കേട്ട മുദ്രാവാക്യം എന്താ? അമ്പലനടയ്ക്ക് അമ്പലത്തിൽ കെട്ടിത്തൂക്കി പച്ചക്ക് കത്തിക്കും. ആരെയാ കത്തിക്കുന്നത്? ഈ നാട്ടിലെ ഹിന്ദു വിഭാഗത്തെ കത്തിക്കും. അമ്പലനടയിൽ കൊണ്ടുപോകുന്നത് ഹിന്ദുക്കളൊക്കെ ആയിരിക്കുമല്ലോ.
പച്ചക്ക് കത്തിക്കുമെന്നുള്ള മുദ്രാവാക്യം കേരളത്തിൻ്റെ തെരുവീതികളിലൂടെ വിളിക്കുകയാണ്. ഇതിനു മുമ്പ് ഇതേ മുദ്രാവാക്യം വിളിച്ചതാരാ? പോപ്പുലർ ഫ്രണ്ടുകാരനാ വിളിച്ചത്. അവലും മലരും കരുതിക്കോ, കുന്തിരിക്കം കരുതിക്കോ, ഞങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ തലയെടുക്കാൻ. എത്ര ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. UAE എടക്കാട് മഹൽ കൂട്ടായ്മ മഹലിലെ നിർധന ഭവനരഹിതർക്കായി ഏർപ്പെടുത്തിയ സൗജന്യ ഭവന പദ്ധതിയിലെ ആദ്യ സമുച്ചയത്തിന്റെ സമർപ്പണം ജൂലൈ 30 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ താക്കോൽദാനം നിർവഹിക്കും. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ താക്കോൽദാനം നിർവഹിക്കും. എടക്കാട് മഹൽ ഖാസി PP ഉമർ മുസിയാർ അധ്യക്ഷത വഹിക്കും. 3 കെട്ടിടങ്ങളിലായി 9 ഫ്ളാറ്റുകളാണ് മഹൽ കൂട്ടായ്മയുടെ കീഴിൽ നിർമ്മിക്കുന്നത്. ഇതിൽ ആദ്യ 3 ഫ്ളാറ്റുകളുടെ നിർമ്മാണമാണ് പൂർത്തിയായി സമർപ്പിക്കുന്നത്. വലിയ പ്രശ്നം ഒരു താമസിക്കാൻ കൂരയില്ല എന്നുള്ള ഒരുപാട് ആളുകൾ ഇന്നത്തെ ഈ പുതിയ ജീവിതക്രമത്തിൽ വീടില്ലാത്ത പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. ഇതിൽ ഒരു ചെറിയൊരു ചുറ്റുപാട് നമ്മുടെ എടക്കാട് മഹൽ ഉള്ള ഏരിയയിലുള്ള അവിടെ വിദേശത്ത് UAE പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഈ സദുദ്യമത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഈ 9 വീടുകളാണ് ഈ പദ്ധതി പ്രകാരം നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് രൂപത്തിലാണ്. കാരണം പിന്നെ കുറഞ്ഞ സ്ഥലത്ത് തന്നെ കൂടുതൽ വീടുകൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നല്ല പരിസരവും കാര്യങ്ങളും ഇന്നത്തെ സാഹചര്യങ്ങളായിട്ട് ഒത്തുടങ്ങുന്ന രീതിയിലുള്ള വീടുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. തണൽ ചെയർമാൻ ഡോക്ടർ V ഇദ്രീസ്, കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രേമവല്ലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ AK മുസ്തഫ, KP ഫൈസൽ, A മുഹമ്മദ് ഷെരീഫ്, MK അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖില കേരള തെങ്ങ് കവുങ്ങ് കയറ്റ തൊഴിലാളി യൂണിയന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നു. ആഗസ്റ്റ് 4 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കാണ് കണ്ണൂർ കലക്ടറേറ്റിലേക്കും മാർച്ചും ധർണയും നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KT ഭാസ്കരൻ ധർണ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ നാളികേര കർഷകരെ സംരക്ഷിക്കുക, നാളികേര വിലയിടിവ് തടയുക, കൊപ്രയ്ക്ക് താങ്ങുവില നിശ്ചയിക്കുക, കേരളത്തിലെ തെങ്ങ് കയറ്റ തൊഴിലാളികളെ വിദഗ്ധ തൊഴിലാളികളായി അംഗീകരിക്കുക, തൊഴിൽ നിയമങ്ങൾ അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. കേരളത്തിലെ നാളികേര കൃഷിക്കാരെ സംരക്ഷിക്കുക, നാളികേരത്തിന്റെ വിലയിടിവ് തടയുക, കൊപ്രയ്ക്ക് താങ്ങുവില നിശ്ചയിക്കുക, കേരളത്തിലെ ആദ്യഘട്ടം എന്ന നിലയിൽ കലക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തും. പരിഹാരമായില്ലെങ്കിൽ സമരം സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തെങ്ങുകയറ്റ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ വിവിധ കാലങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് മുമ്പിൽ അവതരിപ്പിച്ചെങ്കിലും ഇതുവരെ പരിഹാരമുണ്ടായില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ KT ഭാസ്കരൻ, ദിവാകരൻ കുറ്റ്യാട്ടൂർ, K പവിത്രൻ, NK സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ചൊവ്വ ഗവൺമെന്റ് LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ബുധനാഴ്ചകളിൽ ധരിക്കുന്നതിനുള്ള പ്രത്യേക യൂണിഫോം വിതരണം ചെയ്തു. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലറും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റുമായ സജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചാരിറ്റി രംഗത്ത് അറിയപ്പെടുന്ന ക്ലബായ നന്മ ചാരിറ്റി ക്ലബിന്റെ വക കുട്ടികൾക്കുള്ള യൂണിഫോം വിതരണമാണ്. നമുക്കറിയാം, പല ഈ ഏരിയയിലുള്ള പല അവശരായ രോഗികളെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിദ്യാലയങ്ങളെയും ഒക്കെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ക്ലബ്ബ് രൂപീകരിച്ചത്. PTA പ്രസിഡന്റ് TC മഷൂദ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക KV ഗീത, സീനിയർ അസിസ്റ്റന്റ് C രശ്മി, KV പ്രജു, K നിജീഷ്, KP സുമേഷ്, രാജീവൻ, N സനീഷ് എന്നിവരും PTA വികസന സമിതി അംഗങ്ങളും പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബാങ്ക് റിട്ടയറീസ് സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിക്കുന്നു. റിട്ടയർ ചെയ്ത ബാങ്ക് ജീവനക്കാരുടെ സംഘടനകളുടെ കൂട്ടായ്മയായ ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറേഴ്സിന്റെ നേതൃത്വത്തിൽ ജൂലൈ 31 അവകാശ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി സ്റ്റേഡിയം കോർണറിൽ ധർണ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ധർണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്യും.
പൊതുമേഖലാ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക. ബാങ്കിംഗ് മേഖലയിൽ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക. 2002 മുമ്പ് വിരമിച്ചവർക്ക് മറ്റു പെൻഷൻകാർക്ക് തുല്യമായ DA സമീകരണം നടത്തുക. സ്പെഷ്യൽ അലവൻസ് കൂടി പെൻഷനും മറ്റ് വിരമിക്കൽ ആനുകൂല്യങ്ങളും പരിഗണിക്കുക. SBIയിലെ പെൻഷൻ സ്കീമിലെ അപാകതകൾ പരിഹരിക്കുക. വിരമിച്ചവരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ബാങ്കുകൾ വഹിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിൽ ഏറ്റവും നിർണായകമായി അന്നും ഇന്നും സംഭാവന നൽകിയത് ബാങ്കുകളുടെ ദേശസാൽക്കരണം. 1955 ആദ്യത്തെ പൊതുമേഖലാ ബാങ്കായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാകുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ വന്നപ്പോഴും രാജ്യത്തിന് ഒരു ജനാധിപത്യ രാജ്യം സൃഷ്ടിക്കാൻ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രത്തിന്റെ മുഴുവൻ സമ്പത്തും സമാഹരിക്കുകയും അത് പൊതു നന്മയ്ക്കായി വിനിയോഗിക്കുകയും ചെയ്യുന്ന കലയും ശാസ്ത്രവുമാണ് ജനാധിപത്യം. തിങ്കളാഴ്ച രാവിലെ 10 മുതൽ നടക്കുന്ന ധർണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയാണ് ഉദ്ഘാടനം ചെയ്യുക. ഓൾ ഇന്ത്യ ബാങ്ക് പെൻഷനേഴ്സ് ആൻഡ് റിട്ടയേഴ്സ് കോൺഫെഡറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ കേരള, ഓൾ കേരള ബാങ്ക് റിട്ടയേഴ്സ് ഫോറം എന്നീ സംഘടനകൾ യോജിച്ചാണ് ധർണ നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ PV പവിത്രൻ, MN അനിൽകുമാർ, KT സേതുമാധവൻ, A രാഘവൻ, A മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5510 രൂപ, പവന് 44,080 രൂപ, വെള്ളി 79 രൂപ. അറിയിപ്പ്. കലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ MSc മാത്തമാറ്റിക്കൽ സയൻസ് പ്രോഗ്രാമിൽ SC/ST വിഭാഗങ്ങളിൽ ഏതാനും സീറ്റുകൾ കൂടി ഒഴിവുണ്ട്. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂലൈ 31 തിങ്കൾ രാവിലെ 11 മണിക്ക് പഠന വകുപ്പിൽ എത്തണം. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ MSc സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാമിൽ ST/SC വിഭാഗങ്ങളിൽ ഏതാനും സീറ്റുകൾ കൂടി ഒഴിവുണ്ട്. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂലൈ 31 രാവിലെ 11 മണിക്ക് പഠന വകുപ്പിൽ എത്തണം. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ MSc ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാമിൽ SC/ST വിഭാഗങ്ങളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂലൈ 31 പഠന വകുപ്പിൽ എത്തണം. കണ്ണൂർ സർവകലാശാല മ്യൂസിക് പഠന വകുപ്പിൽ MA മ്യൂസിക് പ്രോഗ്രാമിന് SC/ST, OBC ജനറൽ വിഭാഗങ്ങളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. അപേക്ഷകർക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി പഠന വകുപ്പിൽ ഹാജരാവണം. 98 95 23 23 34 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ വിശദമായ വിവരങ്ങൾ ലഭിക്കും. കണ്ണൂർ സർവകലാശാല നീലേശ്വരം ക്യാമ്പസിൽ 5-year ഇന്റഗ്രേറ്റഡ് MCOM പ്രോഗ്രാമിൽ ജനറൽ, SC/ST, OBC വിഭാഗങ്ങളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിദ്യാർത്ഥികൾ ജൂലൈ 31 രാവിലെ 10 മണിക്ക് ഡോക്ടർ PK രാജൻ മെമ്മോറിയൽ ക്യാമ്പസിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. പയ്യന്നൂർ സ്വാമി ആനന്ദ തീർത്ഥ ക്യാമ്പസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിന്റെ സമാധാനം തകർക്കാൻ ശ്രമം. P ജയരാജനെതിരെ യുവമോർച്ച. ഓട്ടക്കാലണയുടെ വില പോലും CPIM ജയരാജന് നൽകുന്നില്ലെന്നും പ്രഫുൽ കൃഷ്ണ. ആറ്റടപ്പയിലെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. സെന്റർ നടത്തിപ്പിനായി കോർപ്പറേഷൻ 40 ലക്ഷം രൂപ വകയിരുത്തി. ഗുണഭോക്താക്കൾക്കായി അപേക്ഷ ക്ഷണിച്ചു തുടങ്ങി. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. കാസർഗോഡ് സ്വദേശി പിടിയിൽ. കണ്ടെടുത്തത് 10 ലക്ഷത്തിലധികം വിലമതിക്കുന്ന സ്വർണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.